ചില കഥകൾ ഒരു ജനനത്തോടെയാണ് ആരംഭിക്കുന്നത്, പക്ഷേ എന്റേത് ഒരു മരണത്തോടെയാണ് ആരംഭിച്ചത്. പകൽ ഇരുണ്ടതായിരുന്നു, ആകാശം മേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു, പ്രകൃതി തന്നെ വിലപിക്കുന്നതുപോലെ. അമ്മയുടെ ശവപ്പെട്ടിയിലേക്ക് നോക്കി ഞാൻ നിശബ്ദമായി നിന്നു. ഒരു വെളുത്ത താമരപ്പൂവ് അതിനു മുകളിൽ വച്ചപ്പോൾ എന്റെ കൈകൾ വിറച്ചു. കാലം എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തുമെന്ന് അവർ പറയുന്നു, പക്ഷേ നിങ്ങൾക്ക് ജീവൻ നൽകിയ വ്യക്തിയെ നഷ്ടപ്പെടുമ്പോൾ എത്ര സമയം കഴിഞ്ഞാലും മതിയാകില്ല. എന്റെ അച്ഛൻ രവി എന്റെ അരികിൽ നിന്നു, ദിവസങ്ങളോളം കരഞ്ഞതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. സുഹൃത്തുക്കളും അയൽക്കാരും അനുശോചനം അറിയിച്ചു, പക്ഷേ അവരുടെ ശബ്ദങ്ങൾ അകലെയാണെന്ന് തോന്നി. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്റെ അമ്മയുടെ ചിരിയുടെ പ്രതിധ്വനി മാത്രമാണ്. ഇപ്പോൾ എന്നേക്കുമായി ഇല്ലാതായി. പുരോഹിതൻ അന്തിമ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു വിചിത്രമായ അസ്വസ്ഥത കടന്നുവന്നു. എന്റെ അമ്മ മീര എപ്പോഴും സ്നേഹമുള്ളവളായിരുന്നു, പക്ഷേ അവളുടെ അവസാന നാളുകളിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അവൾ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് മറയ്ക്കുന്നതുപോലെ. ശവസംസ്കാരം അവസാനിച്ചു. ഓരോരുത്തരായി ആളുകൾ പോയി. ശവപ്പെട്ടിക്ക് സമീപം വച്ചിരിക്കുന്ന എന്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി ഞാൻ പിന്നോട്ടു നിന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അമ്മേ, ഞാൻ മൃദുവായി മന്ത്രിച്ചു. പക്ഷേ നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയാതെ പോയതുപോലെ തോന്നുന്നു. പ്രധാനപ്പെട്ട എന്തോ ഒന്ന്. ആ രാത്രിയിൽ ഞാനും അച്ഛനും സ്വീകരണമുറിയിൽ ഇരുന്നു, അമ്മയുടെ സാധനങ്ങളുടെ പെട്ടികൾ ചുറ്റും. ഞങ്ങൾക്കിടയിൽ കനത്ത നിശബ്ദതയായിരുന്നു. അനന്യ, ഇന്ന് നീ ഇതിലൂടെ കടന്നുപോകേണ്ടതില്ല, അച്ഛൻ സൗമ്യമായി പറഞ്ഞു. നീ ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇല്ല പപ്പാ, കണ്ണീരോടെ ഞാൻ തലയാട്ടി. ഇപ്പോൾ നിർത്തിയാൽ എനിക്ക് ഇനി ഒരിക്കലും ഈ വീടിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. പഴയ വസ്ത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും ഒരു പെട്ടി ഞാൻ അടുക്കി വയ്ക്കുമ്പോൾ എന്റെ വിരലുകൾ അസാധാരണമായ എന്തോ ഒന്ന് സ്പർശിച്ചു. പൊടിപിടിച്ച തുകൽ കൊണ്ട് ബന്ധിപ്പിച്ച ഒരു ഡയറിയായിരുന്നു അത്. ഒരു ചെറിയ ലോഹ കൊളുത്തുകൊണ്ട് പൂട്ടി. എന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഈ ഡയറി ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു ഡയറി. പക്ഷേ അമ്മ ഒരിക്കലും അത് സൂക്ഷിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ സ്വയം പിറുപിറുത്തു. ഞാൻ അത് പപ്പയെ കാണിച്ചപ്പോൾ അവന്റെ മുഖം ഒരു നിമിഷം വിളറി. അതൊന്നും പ്രധാനമല്ല, അവൻ പെട്ടെന്ന് പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചു. ചില പഴയ എഴുത്തുകൾ മാത്രം. അത് വലിച്ചെറിയുക. പപ്പയുടെ ശബ്ദം ഒരു നിമിഷം ഇടറി, ഏതാണ്ട് പേടിച്ചതുപോലെ. ഞാൻ ഒന്നും മിണ്ടാതെ തലയാട്ടി. പക്ഷേ അദ്ദേഹം നോക്കാതിരുന്നപ്പോൾ ഡയറി എന്റെ ബാഗിലേക്ക് തിരുകി. പിന്നീട് എന്റെ കിടപ്പുമുറിയിൽ വിളക്കിന്റെ മൃദുലമായ വെളിച്ചത്തിൽ ഞാൻ എന്റെ കട്ടിലിൽ ഇരുന്നു ഡയറിയിലേക്ക് നോക്കി. എന്റെ അമ്മയുടെ വാക്കുകൾ എന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. ചില സത്യങ്ങൾ ഒരിക്കലും അറിയപ്പെടരുത്. അനന്യ ഒരു ഹെയർപിൻ ഉപയോഗിച്ച് പൂട്ടു തുറക്കുമ്പോൾ എന്റെ കൈകൾ വിറച്ചു. ഡയറി തുറന്നപ്പോൾ ആദ്യത്തെ കുറച്ച് പേജുകളിൽ ഊഷ്മളതയും സ്നേഹവും നിറഞ്ഞ മനോഹരമായ കൈയക്ഷരം വെളിപ്പെട്ടു. ജൂൺ 4, 1998. ഇന്ന് എന്റെ ഹൃദയമിടിപ്പുണ്ടാക്കുന്ന ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ പേര് ആര്യൻ. ഒരുപക്ഷേ അദ്ദേഹമായിരിക്കാം. ഞാൻ മൃദുവായി പുഞ്ചിരിച്ചു. എന്റെ അമ്മയുടെ യുവ പ്രണയ ജീവിതം. അവർ ഒരിക്കലും തന്റെ ഭൂതകാലത്തിന്റെ ഈ ഭാഗം എന്നോട് പങ്കുവച്ചിരുന്നില്ല. പക്ഷേ ഞാൻ പേജുകൾ മറിച്ചപ്പോൾ എഴുത്തിന്റെ സ്വരം മാറി. ജൂലൈ 12, 1998. ആര്യൻ ഒരു ദേഷ്യമുണ്ട്. അത് വെറും സമ്മർദ്ദമാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ന് അദ്ദേഹം എന്നെ ഭയപ്പെടുത്തി. അദ്ദേഹം അലറി. എനിക്ക് മറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. എന്റെ പുഞ്ചിരി മങ്ങി. ആര്യൻ എന്ന പേരുള്ള ആരെയും കുറിച്ച് എന്റെ അമ്മ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ആ ഭാഗത്തിലെ അവസാന എൻട്രി എന്റെ നട്ടെല്ലിൽ ഒരു കുളിർ പകർന്നു. 1999 ഓഗസ്റ്റ് 20. എനിക്ക് പേടിയാണ്. ആര്യൻ കുഞ്ഞിനെക്കുറിച്ച് അറിഞ്ഞാൽ അവൻ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്ത് വില കൊടുത്തും എന്റെ കുട്ടിയെ സംരക്ഷിക്കണം. എന്റെ കൈകളിൽ നിന്ന് ഡയറി വഴുതി കിടക്കയിലേക്ക് വീണു. എന്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. കുഞ്ഞേ, അവൾ എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ഞാൻ മന്ത്രിച്ചു, ശബ്ദം കേൾക്കാൻ പോലും പറ്റാത്തവിധം. പിറ്റേന്ന് രാവിലെ പ്രഭാതഭക്ഷണ സമയത്ത് ഞാൻ പപ്പയെ ജാഗ്രതയോടെ നേരിട്ടു. പപ്പാ, ആര്യൻ ആരായിരുന്നു? അവൻ മരവിച്ചു, കൈയിൽ ചായക്കപ്പ് വിരച്ചു. എവിടെയാണ് നീ ആ പേർ കേട്ടത്? അവൻ ഇടറി. ഞാൻ അത് അമ്മയുടെ ഡയറിയിൽ വായിച്ചു. ഞാൻ ഉറച്ചു പറഞ്ഞു. അവൾ അവനെ ഭയപ്പെടുന്നതിനെക്കുറിച്ച് എഴുതി. അവൻ ആരായിരുന്നു പപ്പാ? പപ്പയുടെ മുഖം ഇരുണ്ടു. അനന്യ, ഭൂതകാലത്തെ വെറുതെ വിടൂ, അവൻ രൂക്ഷമായി പറഞ്ഞു. നിന്റെ അമ്മ പോയി. പഴയ ഓർമ്മകൾ കുഴിക്കുന്നത് നിന്നെ വേദനിപ്പിക്കും. പപ്പ കൂടുതൽ എതിർത്തു നിൽക്കുന്തോറും അവൻ എന്നോട് പറയാത്ത എന്തോ ഒന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്തോ അപകടകരമായ ഒന്ന്. അന്ന് വൈകുന്നേരം മനസ്സ് വൃത്തിയാക്കാൻ ഞാൻ പ്രാദേശിക മാർക്കറ്റിലേക്ക് പോയി. ഞാൻ എന്റെ കാറിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വിൻഷീൽഡിൽ ഒരു മടക്കിവെച്ച കുറിപ്പ് ഞാൻ കണ്ടു. അത് തുറന്നപ്പോൾ എന്റെ കൈകൾ വിറച്ചു. ഉത്തരങ്ങൾ തേടുന്നത് നിർത്തൂ. ചില രഹസ്യങ്ങൾ മറച്ചുവെക്കണം. ഇത് മാത്രമാണ് നിങ്ങളുടെ മുന്നറിയിപ്പ്. എന്റെ ഹൃദയം പിടഞ്ഞു. ഞാൻ ഡയറി വായിക്കുന്നുണ്ടെന്ന് ആരോ അറിഞ്ഞു. ഞാൻ സത്യം കണ്ടെത്തുന്നത് ആരോ ആഗ്രഹിച്ചില്ല. ഞാൻ ഭ്രാന്തമായി ചുറ്റും നോക്കി. പക്ഷേ തെരുവ് ഏതാണ്ട് ശൂന്യമായിരുന്നു. കുറിപ്പ് ആരാണ് ഇട്ടതെന്ന് ഇതിനകം തന്നെ അപ്രത്യക്ഷമായി. എന്റെ മുറിയിൽ തിരിച്ചെത്തിയ ഞാൻ ഡയറി വീണ്ടും വായിച്ചു. മുമ്പത്തേക്കാൾ കൂടുതൽ ദൃഢനിശ്ചയം. പിന്നീടുള്ള കുറിപ്പുകൾ നിഗൂഢമായിരുന്നു. എഴുതുമ്പോൾ പോലും എന്റെ അമ്മ എന്തോ ഒളിപ്പിച്ചുവെക്കുന്നതുപോലെ. ഒക്ടോബർ 1,
1999 ആര്യൻ പോയി. രാത്രി ഭയാനകമായിരുന്നു. എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ കഴിയില്ല. ഒരു ദിവസം ഒരുപക്ഷേ ഞാൻ എന്റെ മകളോട് പറഞ്ഞേക്കാം. ഒക്ടോബർ 15, 1999 രവി ദയുള്ളവനാണ്. അവൻ എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഭൂതകാലം തിരിച്ചുവന്നാലോ? എന്റെ ശ്വാസം നിലച്ചു. 1999 ആര്യൻ അപ്രത്യക്ഷനാകുകയും അതേ വർഷം ഞാൻ ജനിക്കുകയും ചെയ്താൽ ആര്യൻ എന്റെ ജീവശാസ്ത്രപരമായ പിതാവാകുമോ? എന്റെ മുഴുവൻ ജീവിതവും പെട്ടെന്ന് ഒരു നുണ പോലെ തോന്നി. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ആര്യൻ എന്ത് സംഭവിച്ചു? എനിക്ക് ഒറ്റയ്ക്ക് ഇത് നേരിടാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാവുന്ന ഒരേയൊരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൾഡ് കേസുകൾ പരിഹരിക്കുന്നതിന് പേരുകേട്ട ഒരു പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥൻ, ഇൻസ്പെക്ടർ ദേവ്. പിറ്റേന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം വിശദീകരിച്ചു. ഞാൻ വായിച്ച ഡയറി പേജുകളുടെ പകർപ്പുകൾ അദ്ദേഹത്തിന് നൽകി. ഇൻസ്പെക്ടർ ദേവ് ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു. ഇത് ഗുരുതരമാണ്, അനന്യ, അദ്ദേഹം ഒടുവിൽ പറഞ്ഞു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാണാതായ കേസ് ഉണ്ടായിരുന്നു. ആര്യൻ ശർമ്മ എന്നയാൾ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി. എന്റെ ഹൃദയമിടിപ്പ് നിലച്ചു. അപ്പോൾ അത് സത്യമാണോ? ഞാൻ മന്ത്രിച്ചു. അതെ, ദേവ് ദയനീയമായി പറഞ്ഞു. ഇതാ അസ്വസ്ഥമായ ഭാഗം. കേസ് ഫയലിൽ നിങ്ങളുടെ അമ്മയെയാണ് അദ്ദേഹത്തോടൊപ്പം കണ്ട അവസാന വ്യക്തിയായി പരാമർശിക്കുന്നത്. മുറി തിരിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട അമ്മ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അസാധ്യമാണെന്ന് തോന്നി. എന്നെ വളർത്തിയ അമ്മ എനിക്കുവേണ്ടി എല്ലാം ത്യജിച്ചു. ഇത്രയും വർഷമായി അവൾ ഒരു ഇരുണ്ട രഹസ്യം മറച്ചുവെക്കുകയായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തണുത്ത രാത്രിക്കാറ്റ് എന്റെ ചർമ്മത്തിൽ കടിച്ചു. നിഴലുകളിൽ നിന്ന് എന്നെ നോക്കുന്ന ഇരുണ്ട രൂപം. ഒരു ഫോൺ പിടിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അവൾ വളരെ അടുത്തേക്ക് വരുന്നു. റിസീവറിലേക്ക് ആഴത്തിലുള്ള ഒരു ശബ്ദം പറഞ്ഞു. അവൾ സത്യം മനസ്സിലാക്കുന്നതിനു മുമ്പ് നമ്മൾ അവളെ തടയണം. എനിക്ക് അറിയില്ലായിരുന്നു. ഉത്തരങ്ങൾക്കായുള്ള എന്റെ അന്വേഷണം തുടങ്ങിയിട്ടേയുള്ളൂ. സത്യം ഞാൻ വിശ്വസിച്ചതെല്ലാം നശിപ്പിക്കും.